ലോഗോ ഉള്ള ഒരു കാർ കമ്പനി. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കാറിന്റെ പടം ഭയങ്കര ട്രെൻഡിങ് ആണ്. ഗണപതിയുടെ ലോഗോ ഉള്ള ഒരു കാർ കമ്പനി. കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഒരു കാറിന്റെ പടം ഭയങ്കര ട്രെൻഡിങ് ആണ്. അതിന്റെ ലോഗോ ആണെങ്കിൽ സാക്ഷാൽ ഗണപതിയും. ഇംഗ്ലണ്ടിലെ കാർ കമ്പനിയായ ലാൻസാൻഡയുടെ ലോഗോ ആണിത്. പക്ഷെ ഇംഗ്ലണ്ടുകാർക്ക് എന്താ ഗണപതിയുമായിട്ട് ബന്ധം? പറഞ്ഞുതരാം. ഈ ലാൻസാൻഡെ കമ്പനി തുടങ്ങിയത് പോൾ ലാൻസാൻഡെ എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ജോർജ് ഹാരിസൺ. ഈ ജോർജ് ഹാരിസൺ ആരാന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ലെജൻഡറി ലോക പ്രശസ്ത ബാൻഡ് ആയിട്ടുള്ള ബീറ്റിൽസിലെ ഒരു മെമ്പർ ആയിരുന്നു ഈ ജോർജ് ഹാരിസൺ. അപ്പൊ ഈ ജോർജ് ഭയങ്കര വലിയൊരു ഗണപതി ആരാധകനായിരുന്നു. ഗണപതി കടാക്ഷിച്ചാൽ നല്ല കാലം വരുമെന്നും മാത്രമല്ല വിഘ്നേശ്വരനായതുകൊണ്ട് തന്നെ വിഘ്നങ്ങളൊക്കെ അകറ്റുമെന്നും പുള്ളിക്കാരൻ വിശ്വസിച്ചിരുന്നു. അങ്ങനെ ഈ ജോർജ് ഹാരിസൺ തന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ള പോൾ ലാൻസാൻഡയോട് പറയുകയാണ് പുള്ളിക്കാരന്റെ കമ്പനിക്ക് ലോഗോ ആയിട്ട് ഈ ഗണപതി ഉപയോഗിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണ് ഈ ലോഗോ അവിടെ വരുന്നത്. പക്ഷെ ഇതൊരു കാർ കമ്പനി ആയ സ്ഥിതിക്ക് നമ്മൾ ഇതിനെക്കുറിച്ച് മുമ്പ് കേൾക്കേണ്ടതല്ലേ? പക്ഷെ നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അതിനൊരു കാരണമുണ്ട്. ഇവർ കാറുകൾ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയല്ല. എന്നാൽ ഇവർ ചെയ്യുന്നത് കാറുകൾ റീസ്റ്റോർ ചെയ്യുകയാണ്. അതായത് റേസ് ട്രാക്കിലൂടെ ഓടുന്ന അടിപൊളി കാറുകളെ എടുത്ത് റീസ്റ്റോർ ചെയ്ത് റോഡിലൂടെ ഓടിക്കാൻ പറ്റുന്ന ലീഗൽ പരുവത്തിലേക്ക് ഈ കമ്പനി മാറ്റിയെടുക്കും. ഇത്തരം കാറുകൾ വൻ വില കൊടുത്ത് മേടിക്കാൻ വേണ്ടി ഒരുപാട് കാർ കളക്ടേഴ്സ് ഈ എനിക്ക് പുതിയ അറിവാണ് കേട്ടാ, സത്യം പറയാൻ ലോകത്തുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ വിൽക്കുന്ന കാറുകൾക്കൊന്നും ഇവരുടെ കമ്പനിയുടെ പേര് വരില്ല. അതുകൊണ്ട് നമ്മൾ ഇവരെ കുറിച്ച് കേട്ടിട്ടുമില്ല. എന്നാൽ ഈ വർഷം അവർ അവരുടെ സ്വന്തം ബ്രാൻഡിൽ ഒരു കാർ ഇറക്കി. ആ കാറാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഗണപതി കാർ. ഒറിജിനൽ